അപകട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് തകരപ്പറമ്പ് ഭാഗത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നാണ് കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം കണ്ടതും അധികൃതരെ വിവരമറിയിക്കുന്നതും. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കുന്നുപോലെ കൂടിക്കിടക്കുന്ന മാലിന്യ പ്രശ്നം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നു. അശ്വിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവിലെ 8:30 ഈ നഗരസഭാ ജീവനക്കാർ, ഈ ശുചീകരണ ജീവനക്കാർ ജോയിയുടെ മൃതദേഹം തിരക്കി ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഈ തകരപ്പറമ്പ് റോഡിൻ്റെ ഈ കാണുന്ന ഇവിടെയാണ് ജോയിയുടെ മൃതദേഹം തങ്ങി നിൽക്കുന്നതും. രാവിലെ 8:30 ഇവർ ഈ സംഭവം കാണുന്നത്. ഈ ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണ് ഈ ഒരു ജോയിയുടെ മൃതശരീരം തങ്ങി നിന്നത്. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ സംഭവം കാണുന്നത്? എങ്ങനെയാണ് ഈ ഒരു മൃതദേഹം? 9 മണി സമയമായിട്ടുണ്ട്. ആ സമയത്തായിട്ടാണ് ഇവിടെ ഒരു ഫ്ലക്സിൻ്റെ ഒരു പുള്ളിയുണ്ട്. പുള്ളിയാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം അവർ പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഓഫീസ് അവിടെയാണ്. അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് എല്ലാവരും വന്നിട്ടില്ല. ഈ കാണിച്ച ഭാഗത്തായിട്ട് തന്നെയാണ് കമന്ന് കിടക്കുമായിരുന്നു. ബോഡി കമിഴ്ന്നാണ് കിടന്നിരുന്നത്. പുറഭാഗം കാണാൻ പറ്റുമായിരുന്നു. ഈ നടുവിൻ്റെ ഭാഗം അങ്ങോട്ട് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്. പിന്നെ ഈച്ച ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ ഈ ചേട്ടൻ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്താണ് ജോയിയുടെ മൃതദേഹം. ഇവിടെ മറ്റ് വസ്തുക്കൾക്കിടയിൽ, അതായത് ഈ ജീർണിച്ച് ഈ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇത്രയും ചവറുകൾ കുന്നുകൂടി കിടക്കുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ തകരപ്പറമ്പ് ഭാഗത്തേക്ക്, അതായത് തകരപ്പറമ്പ് ഈ വഞ്ചിയൂർ ഭാഗത്തേക്ക് ഒഴുകുന്ന ഈ ഒരു നദിയുടെ കനാലിൻ്റെ ഭാഗത്തായി കാണുന്നത്. ഈ ഒരു മാലിന്യ കൂമ്പാരത്തിന് നടുവിലാണ് നാട്ടുകാർ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൗൺസിലർ അടക്കം പറയുന്നത് ഇവിടെ നിത്യേന എല്ലാ ദിവസവും വേസ്റ്റ് നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഇവിടെ എല്ലാ ദിവസവും വേസ്റ്റ് നീക്കുന്നുണ്ടോ? എപ്പോഴും വേസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും ഒന്നും മാറാറില്ല. ഈ വേസ്റ്റുകൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്ന് നോക്കിയാൽ ഇന്ന് മുഴുവനും നിങ്ങളെ വൃത്തിയാക്കിയിട്ട് നോക്കിയിട്ട് പോയാലും ഈ വേസ്റ്റ് ഇവിടെ കാണും. നാളെ വരുമ്പോൾ വീണ്ടും കാണും. നാളെ അല്ല, ചിലപ്പോൾ വൈകിട്ട് തന്നെ കാണും. വരുന്ന വഴിയാത്രക്കാർ ബൈക്കിൽ പോകുമ്പോൾ നല്ല സൗകര്യമാണ്. ഇവിടെ നെറ്റ് ഉണ്ടായിരുന്നു. ഇവർ നെറ്റ് കവർ ചെയ്ത് വയ്ക്കുക. ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ. കാരണം വർഷങ്ങളോളം പഴക്കമുള്ള മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ ആ ഭാഗത്തു നിന്നും ഈ ഒരു തോട് മുഴുവനായി ഒഴുകി വരുന്നത്. കാരണം തമ്പാനൂർ എന്ന് പറയുന്നത് ഇവിടെ തൊട്ടപ്പുറം തന്നെയാണ്. ഈ തൊട്ടപ്പുറത്ത് നിന്നും വലിയ രീതിയിലുള്ള മാലിന്യമാണ് ഈ ഒരു കനാലിലൂടെ ഒഴുകി ആ വഞ്ചിയൂർ ഭാഗത്തേക്ക് പോകുന്നത്. പക്ഷേ നഗരസഭയുടെ വാദം എന്ന് പറയുന്നത് മാലിന്യം ഇത്തരത്തിൽ ശേഖരിക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. അതുകൊണ്ടാണ് മാലിന്യങ്ങൾ ഇത്തരത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത് എന്നും അവരുടെ ഒരു വിശദീകരണമുണ്ട്. നേരത്തെ നമ്മളോട് ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ മഴക്കാലത്ത് അടക്കം ഇവിടെ കരകവിഞ്ഞ ഈ ആമയിഴഞ്ചാൻ തോട് ഉയർന്ന് കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ എല്ലാ ദിവസവും ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും അറിയോ? അല്ല, ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെ ആൾക്കാരെല്ലാം കൊണ്ടിടും. ഗവൺമെൻറ്റിനെയും കുറ്റം പറയാക്കില്ല. അവരെത്രയെന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്യും ചവറാവും, എല്ലായിടത്തും അത് തന്നെ. ഇപ്പം മഴ പെയ്താൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ ഇങ്ങനെയാണ്. മഴ പെയ്താൽ നല്ല പൊങ്ങും. കുറേ ഒലിച്ചങ്ങ് പോവും, കുറേ തട്ടി നിൽക്കും. അത് ചിലയിടത്ത് തട്ടി നിൽക്കും. ചവർ പ്ലാസ്റ്റിക്കേ പോകാതെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒലിച്ചങ്ങ് പോവും. ഇനി ആരും ഇത്തരത്തിൽ ഒരു ജലാശയത്തിലേക്കോ കനാലിലേക്കോ വേസ്റ്റുകൾ തിരിച്ച് വലിച്ചെറിയുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. നിങ്ങൾ വലിച്ചെറിഞ്ഞ വേസ്റ്റ് കൊണ്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കണം. ഇനിയെങ്കിലും ഇത്തരം ജലാശയങ്ങൾ മലിനപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ആ ഒരു കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തുകയും വേണം.